സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിവിടെ എത്തിയിരിക്കുന്നത് രാമായണം എന്ന് പറയുന്ന ബോളിവുഡ് മൂവിയുടെ ട്രെയിലർ ഇറങ്ങിയിരിക്കുന്നുണ്ട്. അതിനെ ഒന്ന് റിവ്യൂ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതൊരു ഡിഫറെൻറ്റ് മൂവി അപ്രോച്ചാണ്. ഞാൻ അത് വെയിറ്റിംഗ് ആയിരുന്നു അതിൻ്റെ ട്രെയിലർ ഇറങ്ങാൻ വേണ്ടി. അതിൻ്റെ മുന്നേ ചെറിയൊരു ഗ്ലിംസസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വളരെ നല്ല അഭിപ്രായങ്ങളും കേൾക്കുന്നുണ്ട്, നെഗറ്റീവ് അഭിപ്രായങ്ങളും കേൾക്കുന്നുണ്ട്. അപ്പം ആ ട്രെയിലർ കാണുന്നതിന് മുന്നേ ആയിട്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ, രൺബീർ കപൂർ ഹീസ് നോട്ട് ജസ്റ്റ് എൻ ഓർഡിനറി പേഴ്സൺ ഓർ ആൻ ആക്ടർ. അത് ഒരു നല്ല കാലിബറുള്ള ഒരു ആക്ടർ തന്നെയാണ് രൺബീർ കപൂർ. അതുപോലെ തന്നെ ഈ ഒരു ഫിലിമിൻ്റെ ഡയറക്ടർ നിതേഷ് തിവാരി, പുള്ളിയും വളരെ അധികം ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അത്രമാത്രം ഡെഡിക്കേഷനൊക്കെ എടുക്കുന്നതാണ്. കാരണം മറ്റൊന്നുമല്ല, പുള്ളിയുടെ ദംഗൽ എന്ന് പറയുന്ന മൂവി കണ്ടാൽ തന്നെ നമുക്കറിയാം പുള്ളി എത്രമാത്രം ഏബിളാണ് ടു ഡയറക്റ്റ് ദിസ് മൂവി. സോ നമുക്ക് ആ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, എടാ ഇത് കിടിലായിട്ടുണ്ട് കേട്ടോ. പുഷ്പക വിമാനമല്ലേ അത്? എനിക്ക് കണ്ടിട്ട് ഞാൻ പ്രതീക്ഷിച്ചതിന് അത്രയും ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. ഓക്കെ, എൻ്റെ നേരത്തെ ഒരു ഗ്ലിംസ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഗ്ലിംസിൻ്റെ അത്രയും എന്തായാലും കൊള്ളാം, കുഴപ്പമില്ല. പക്ഷെ കാരണം ഈ രാമായണമൊക്കെ അങ്ങനെ ഈ രീതിയിലൊക്കെ എടുക്കാൻ പറ്റുള്ളായിരിക്കുള്ളൂ. ഞാൻ വലിയൊരു ഫാനാണ് രാമായണം. നമ്മുടെ DD ദൂരദർശനിലൊക്കെ വരുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനത് സ്ഥിരം കാണുമായിരുന്നു, ഒന്നും മിസ്സാക്കില്ല. ഞാൻ രൺബീർ കപൂർ എനിക്ക് അതിനകത്ത് ആപ്റ്റായിട്ടാണ് തോന്നിയിരിക്കുന്നത്. വേറെ കുറേ ആൾക്കാരൊക്കെ അതിനകത്ത് അത് ഇതൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്കതൊന്നും അത്ര കുഴപ്പമില്ല. കാരണം പുള്ളി നന്നായിട്ട് വർക്ക് ചെയ്യും. ഞാൻ കുറച്ച് അറിഞ്ഞതെന്ന് പറഞ്ഞാൽ രൺബീർ കപൂർ ഇതിനു വേണ്ടി, ഈ ഒരു റോളിന് വേണ്ടി പുള്ളി കുറേ നാൾ വെജിറ്റേറിയൻ ഡയറ്റ് ഒക്കെ നോക്കിയിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ആ ക്യാരക്ടറൈസേഷന് വേണ്ടിയൊക്കെ ആയിരിക്കണം. ആൻഡ് അതിനകത്ത് ആനിമേഷൻസ് കംപ്ലൈൻറ്റ് പറയാനാണെങ്കിൽ കുറേ ഉണ്ടല്ലോ. പക്ഷേ എനിക്ക് അതായത് വളിപ്പാക്കരുത്, അത്രേ ഉള്ളൂ. നമ്മുടെ പ്രഭാസിൻ്റെ ഒരു ആനിമേഷനുള്ള ഒരു പടം വന്നായിരുന്നല്ലോ, ഇത് മാറ്ററായിട്ടുള്ള ആദിപുരുഷ. എൻ്റെ അമ്മോ, അതിനകത്ത് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്ക് തിയേറ്ററിൽ പോയി കാണണമെന്ന് തന്നെ ഒന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ ഈ ഒരു ഫിലിം എന്തായാലും തിയേറ്ററിൽ പോയി കണ്ടിരിക്കും. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ഡയറക്ടർ അപ്പോൾ നിതേഷ് തിവാരി എന്ന് പറഞ്ഞാൽ പുള്ളി അടിപൊളി ഡയറക്ടറാണ്. ദംഗൽ എന്നായിട്ടുള്ള മൂവി ഉണ്ടല്ലോ, ഞാൻ തിയേറ്ററിൽ പോയി 2 times കണ്ടിട്ടുണ്ട്. അതുപോലെ പിന്നെ TV-യിൽ പലതവണയും. ഇപ്പോൾ അതെനിക്ക് ഭയങ്കര മോട്ടിവേഷൻ തരുന്ന ഫിലിമും കൂടിയാണ് ദംഗൽ. പിന്നെ നമ്മുടെ സൽമാൻ ഖാൻ്റെ സുൽത്താൻ, ആ മൂവിയൊക്കെ എനിക്ക് ഭയങ്കര അധികം മോട്ടിവേഷൻ തരുന്ന ഒരു മൂവിയാണ്. മോട്ടിവേഷൻ ഇൻ ദ സെൻസ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് വൈസ് ആയിട്ട്. ഇപ്പോൾ ഞാൻ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്ന ഒരു ആളായിരുന്നു. പക്ഷേ ചില സമയത്ത് ചില ആൾക്കാർക്കൊക്കെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ കുറേ അധികം ഗ്യാപ്പ് വന്നു എൻ്റെ വർക്കൗട്ടിൽ. അപ്പോൾ ആ ഒരു മോട്ടിവേഷൻ എനിക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന ദംഗലും സുൽത്താനും ഒക്കെയാണ് കാണുന്നത്. അടിപൊളി. എന്തായാലും ഞാൻ നിതേഷ് തിവാരി, പിന്നെ ആ ആക്ടർ രൺബീർ കപൂർ, എനിക്ക് പുള്ളീനെ നല്ല വിശ്വാസമാണ്. ഓക്കെ, രൺബീർ കപൂറിൻ്റെ പടങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട റോക്ക് സ്റ്റാർ. ഓക്കെ, റോക്ക് സ്റ്റാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഒരു പടം കൂടി ഉണ്ട്, പ്രിയങ്ക ചോപ്ര ആയിട്ടുള്ള, പേര് ഞാൻ മറന്നുപോയി. ആ പടവും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിനകത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ആനിമേഷൻ ചെയ്തിരിക്കുന്നത് മറ്റേ ഡ്യൂൺ എന്നൊക്കെ പറഞ്ഞ മൂവീസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആനിമേഷൻ ചെയ്ത ഒരാളും കൂടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പേര് കേട്ടിട്ട് പേര് മറന്നുപോയി. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഫിലിം നമുക്ക് തിയേറ്ററിൽ വെച്ച് കാണാം. സോ നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. Until then, bye.